ആരാണ് പാപ്പരായവനെന്ന് നിങ്ങൾക്കറിയുമോ എന്ന് ഹബീബാ നബി തങ്ങൾ സ്വഹാബികളോട് ചോദിക്കുന്നു. ആരാ പാപ്പരായവൻ? നമ്മൾ പറയുന്നത് ബാങ്ക് ജപ്തി ചെയ്തിട്ട് പെര നഷ്ടപ്പെട്ടു പോയവൻ, കടത്തിൽ മുങ്ങിയിട്ട് നാട്ടുകാരെ പിരിവിട്ട് വീട് വാങ്ങിച്ചു കൊടുക്കേണ്ടി വന്നവർ, രോഗം വന്നിട്ട് ചികിത്സിക്കാൻ പണമില്ലാഞ്ഞിട്ട് ഇന്നാൾക്ക് വേണ്ടി ചികിത്സാ സഹായ പദ്ധതി എന്നൊരു കൂട്ടായ്മയുണ്ടാക്കിയ ആളുകൾ, ഇവരൊക്കെ പാപ്പരന്മാരാണ്. അങ്ങനല്ലേ നമ്മൾ പറയാ. നിങ്ങൾ പറഞ്ഞു അവരൊന്നല്ല. ആരാ മുഫ്ലിസ് എന്നറിയോ? ആരാണ്? ഹു ഈസ് ദ റിയൽ ബാങ്ക്റപ്റ്റ്? ഏറ്റവും വലിയ പാപ്പരെന്ന് പറയുന്ന ആൾ. ബാങ്ക്റപ്റ്റ് എന്നതിന് പറയാം മുഫ്ലിസ്. ആരാ? ഏറ്റവും വലിയ പരാജയപ്പെട്ട ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ വീണ ആൾ ആരാണെന്നറിയാം. ഏറ്റവും വലിയ ദരിദ്രനാരാണ്? ഒരുപാട് നിസ്കാരവും കുറേ സുന്നത്ത് നോമ്പും കുറേ മജ്ലിസുന്നൂറും കുറേ ദിക്റുകളും കുറേ സ്വലാത്തും അതിനിടയ്ക്ക് കുറച്ച് ഉംറയും റമളാനിൽ കുറച്ച് കരച്ചിലും അവസാനത്തെ കുറച്ച് ഇത്തികാഫും ഇതൊക്കെ കയ്യിലുണ്ട്. വഖദ് ശതമ ഹാദാ, അതോടൊപ്പം കുറേ ആൾക്കാരെ കുറിച്ച് കുറ്റം പറഞ്ഞിരുന്നു. വഖദഫ ഹാദാ, വേറെ ആളെ കുറിച്ച് പറയാൻ പാടില്ലാത്തത് പറഞ്ഞിരുന്നു. വസഫക ദമ ഹാദാ, ചില ആളുകളെ ഉപദ്രവിച്ചിരുന്നു, ചില ആളുകളുടെ സമ്പത്ത് അപഹരിച്ചിരുന്നു. ഇതൊക്കെ ചെയ്തിട്ട് പരലോകത്തേക്ക് വരുമ്പോഴേ അയാൾ ചെയ്ത നിസ്കാരം നോമ്പും നല്ല കാര്യങ്ങളൊക്കെ വിസ്തരിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യനെ സ്വർഗത്തിലേക്ക് അയക്കും എന്നിങ്ങനെ വിചാരിച്ചു നിൽക്കുമ്പോ അതാ ഒരാൾ വരുന്നത്, അല്ലാഹുവേ എന്നെ ഇവൻ ചീത്ത പറഞ്ഞിട്ടുണ്ട് റബ്ബേ. അവന് ഫേസ്ബുക്ക് അക്കൗണ്ട് ഇങ്ങനെ വരും, വാട്സപ്പ് ഇങ്ങനെ വന്നങ്ങനെ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ ഇറങ്ങി. ആലോചിക്കുക എന്തായിരിക്കും എൻ്റെ അവസ്ഥ. ഇതൊക്കെ അവൻ എന്നെക്കുറിച്ച് പറഞ്ഞതാണ്, എന്നെക്കുറിച്ച് പറഞ്ഞതാണ്. പകരം തരണം പടച്ചവനെ, നീ പുറത്തു കൊടുക്കൂല റബ്ബേ, ഞാൻ ഇവിടെ നിന്ന് കണക്ക് തീർക്കാൻ വെച്ചതാണ്, അതുകൊണ്ട് അവന്റെ അമൽ ഇങ്ങോട്ട് വേണം എനിക്ക്. അവര് 10-20 കൊല്ലത്തെ റമളാനിന്റെ അവസാനത്തെ 10 ഇത്തികാഫ് പോയി. ലൈലത്തുൽ ഖദറിൽ കുറച്ച് കരഞ്ഞിരുന്നു, അതും പോയി. ഒരു തസ്ബീഹ് നിസ്കാരം കൊല്ലത്തിൽ 1 നിസ്കരിച്ചിരുന്നു, അതും പോയി. പിന്നെ ഒരു 4-5 ഉംറയും കൊടുത്തു, എന്റെ കിട്ടിയില്ല പോയിക്കോ. എന്നാ പിന്നെ ബാക്കിയുള്ള അമല് കൊണ്ട് പോകാൻ നിൽക്കുമ്പോ അടുത്ത ആള്, പടച്ചവനെ എന്നെയും പറഞ്ഞിരുന്നു റബ്ബേ, ഇവന് തന്നെയായിരുന്നു പരിപാടി, എനിക്ക് വേണം അവന്റെ അമല് വേണം, സൽക്കർമ്മം വേണം റബ്ബേ. കുറേ നിസ്കാരം നോമ്പും ദിക്റും ഒക്കെ അയാൾക്ക് കൊടുത്തു. അപ്പൊ അടുത്ത ആള് വന്നു. ഇങ്ങനെ വന്ന് 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 ഇവന്റെ നന്മകൾ മുഴുവൻ ചോർന്നു. നീ കൊടുക്കാനില്ല. അപ്പൊ എന്താ സംഭവിക്കാന്നറിയോ? ഈ പരാതിയുമായി വന്ന ആളുകളുടെ തെറ്റുകൾ ഇവനോട് ഏറ്റെടുക്കാൻ വേണ്ടി പറയും, ആ പറഞ്ഞതിന് തുല്യമായ തെറ്റുകൾ. എന്നിട്ട് ഈ മനുഷ്യനെ നരകത്തിലേക്ക് വലിച്ചെറിയും. അവനാണ് പാപ്പരായവൻ, അവനാണ് മുഫ്ലിസ്, അവനാണ് റിയൽ ബാങ്ക്റപ്റ്റ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.